ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മടുതോരും മുമ്പേ എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയുടെ സൂപ്പർ വിശേഷത്തിലേക്ക് സ്വാഗതം. അങ്ങനെ വരും ദിവസത്തെ എപ്പിസോഡ് എന്ന് പറയുന്ന വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ്. നമ്മുടെ ശരണ്യ അലീനയെയും രോഹിത്തിനെ കാണുവാൻ വേണ്ടി കടപ്പാട്ടൂർ വീട്ടിലേക്ക് എത്തുന്ന ഒരു രംഗമൊക്കെയാണ് കാണാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ ശരണ്യയുടെ മനസ്സിൽ ആകെ ഒരു അസ്വസ്ഥമായിരിക്കുകയാണ്. കാരണം കുറച്ച് ദിവസമായിട്ട് അലീനയെ വിളിച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല. തന്നെ അലീനയെ കാണുവാൻ, തൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ അലീനയോട് പങ്കിടുവാൻ ശരണ്യയ്ക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ തനിക്ക് ഒറ്റയ്ക്ക് പോകുവാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ശരണ്യ വലിയ അസ്വസ്ഥത പ്രകടിപ്പിക്കുമ്പോൾ തൻ്റെ അമ്മയും അതുപോലെ ഓട്ടോക്കാരനായ ഷാജിയും ചേർന്ന് അലീനയുടെ വീട്ടിലേക്ക് ശരണ്യയുമായിട്ട് എത്തുകയാണ്. അപ്പോൾ ഈ സമയത്ത് അലീന രോഗബാധയല്ല പനി പിടിച്ച് അകത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നോക്കുന്നത് നമ്മുടെ രോഹിത്തും ബബിതയും കൃഷ്ണമോളുമാണ്. അപ്പോൾ എന്തായാലും ഇവരുടെ ആ കൂട്ടായ്മ അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ആ സന്തോഷകരമാകുന്ന ആ പ്രവൃത്തിയൊക്കെ കണ്ട നമ്മുടെ ബാലചന്ദ്രൻ ഒരുപാട് സന്തോഷമുണ്ടാകുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രനും ബബിതയും കൃഷ്ണമോളും രോഹിത്തും അലീനയുമൊക്കെ ഇപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് അവിടെ ജീവിക്കുന്നത്. അവരൊറ്റ ഫാമിലി ആയിട്ടാണ് പോകുന്നത് അല്ലേ. ആ സമയത്ത് നമ്മുടെ വൈജയന്ത് മാത്രം ഒറ്റപ്പെട്ടു പോകുന്ന ചില സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരും ദിവസത്തിൽ നമ്മൾ കാണാൻ പോകുന്ന അങ്ങനെ ശരണ്യ അലീനയെ കാണാൻ വരുമ്പോൾ രോഹിത്ത് കതക് തുറക്കുകയാണ്. കഥ തുറക്കുന്നതെ കണ്ട മുൻപിൽ നിൽക്കുന്ന ശരണ്യയെ കണ്ട് രോഹിത്ത് ഞെട്ടിപ്പോവുകയാണ്. എന്നാൽ ശരണ്യയ്ക്ക് ഒരു ഞെട്ടലുമില്ല. കാരണം ശരണ്യയ്ക്ക് അറിയാം രോഹിത്ത് അവിടെ ഉണ്ടായിരിക്കുമെന്നും അറിയാം. അതുകൊണ്ട് തന്നെ രോഹിത്തിനെ ഒന്ന് കാണണം, തനിക്കൊരു മാപ്പ് അപേക്ഷിക്കണം, അല്ലെങ്കിൽ ക്ഷമ പറയണമെന്നൊക്കെ മനസ്സിലുണ്ട്. കാരണം മറ്റൊന്നുമല്ല, താൻ അറിയാതെയോ ആയിരിക്കാം രോഹിത്ത് കുറച്ച് ദിവസം ജയിലിൽ കിടന്നതും ആ സംഭവവികാസങ്ങളൊക്കെ അലീന പറഞ്ഞ് വളരെ അസ്വസ്ഥമായിരിക്കുന്ന ശരണ്യാണ് കാണുന്നത്. അങ്ങനെ കതവ് തുറന്ന് വെളിയിലേക്ക് വരുന്ന രോഹിത്തിനോട് ശരണ്യ ഓടിച്ചെന്ന് എന്നെ അറിയാമോ എന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുന്ന രോഹിത്തിനെ കാണാം. രോഹിത്തിൻ്റെ മനസ്സിലും ഒരു വലിയ നീറുന്ന വിഷമമുണ്ട്. കാരണം ശരണ്യാണ് തന്നെ രക്ഷിച്ചത്, താൻ നിരപരാധിയാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പോൾ ശരണ്യെ കണ്ടപ്പോൾ രോഹിത്തിന് വലിയ ആശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് പ്രകടമാക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഈ സമയത്ത് ശരണ്യ ഇടിച്ചു കയറി ചെന്ന് രോഹിത്തിനോട് സംസാരിക്കുകയും രോഹിത്തിനോട് ഒരു ക്ഷമാപണം നടത്തുകയൊക്കെ ചെയ്യുന്ന വരും ദിവസത്തെ എപ്പിസോഡിലുണ്ട്. അതിനോടൊപ്പം ശരണ്യയുടെ അമ്മയും അതുപോലെ അതിനുശേഷം ഷാജിയെയും ഓട്ടക്കാരനായ ഷാജിയും ഒക്കെ വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി രോഹിത്ത് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ അലീന ചേച്ചി എന്ത് എന്ന് ചോദിക്കുമ്പം പനി പിടിച്ച് കിടക്കുകയാണ് എന്ന് പറയുന്ന ആ വിശേഷം പറയുമ്പോൾ തന്നെ ശരണ്യ ഓടി അലീനയുടെ അടുക്കിലേക്ക് ചെല്ലുകയും ശരണ്യയെ കാണുമ്പോൾ തന്നെ അലീന സന്തോഷത്തോടു കൂടി ആ പനിയും അസ്വസ്ഥയൊക്കെ മാറ്റിവെച്ച് ചാടി എണീറ്റ് ആ ശരണ്യയെ കെട്ടിപ്പിടിച്ച് തൻ്റെ സ്നേഹം പങ്കിടുകയൊക്കെ ചെയ്യുന്ന ഒരു മനോഹരമാകുന്ന രംഗം നാളത്തെ എപ്പിസോഡുണ്ട്. അതിനോടൊപ്പം രോഗത്ത് എല്ലാവർക്കും ചായയും പലഹാരവും ഒക്കെ ആയിട്ട് വരുന്ന ഒരു മനോഹരമാകുന്ന രംഗങ്ങളൊക്കെ വരുന്ന ദിവസത്തെ എപ്പിസോഡിലുണ്ട്. അങ്ങനെ ഇപ്പോൾ നിലവിൽ രോഹിത്തിൻ്റെയും ശരണ്യയുടെയും അലീനയുടെയും ബബിതയുടെയും കൃഷ്ണമോളുടെയൊക്കെ ജീവിതം വളരെ ശാന്തമായി പോകുന്നു, സന്തോഷത്തോടു കൂടി പോകുന്നു. അങ്ങനെ അതിനിടയിൽ നമ്മുടെ വൈജയന്തി വീണ്ടും പൊട്ടിത്തെറിക്കുന്ന ചില സാഹചര്യമൊക്കെ ഉണ്ട്. അലീനയ്ക്കൊപ്പം ബബിതയും കൃഷ്ണമോളും രോഹിത്തുമൊക്കെ ചേർന്നത് ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല. താൻ ഒറ്റപ്പെട്ടു പോയി എന്നൊരു തോന്നൽ സ്വയമായി ഉണ്ടാകുക മാത്രമല്ല, അങ്ങനെ സംഭവിക്കുകയാണ് അവിടെ. അതിനുശേഷം എന്ത് ചെയ്യണമെന്നറിയത്തില്ല. തനിക്കൊന്നാമത് വയ്യ, എഴുന്നേറ്റ് നല്ല രീതിയിൽ നടക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കഴിയത്തില്ല. അങ്ങനെ തനിക്ക് ഒറ്റപ്പെട്ടു പോയല്ലോ എന്നൊക്കെ ഓർത്ത് നിരാശപ്പെട്ട് ഒടുവിൽ ബാലചന്ദ്രൻ്റെ മുൻപിൽ ചെന്ന് ഒരു അപേക്ഷയൊക്കെ നടത്തുന്നുണ്ടല്ലോ. അല്പം ഹെഡ് വെയിറ്റോടു കൂടി ആണെങ്കിൽ പോലും നടത്തുന്നുണ്ടെങ്കിലും അവിടെ ബാലചന്ദ്രൻ സമ്മതിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വൈജയന്തിയുടെ അഹങ്കാരം കുറയ്ക്കുവാൻ ശ്രമിക്കുന്ന ഭാഗങ്ങളൊക്കെ കണ്ടു. എന്തായാലും ഇപ്പം വൈജയന്തി ആ വീട്ടിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. അതിനോടൊപ്പം മറ്റുള്ളവരെല്ലാം സന്തോഷത്തോടു കൂടി പോകുകയും ചെയ്യുന്ന ഒരു എപ്പിസോഡുകളൊക്കെ ആയിരിക്കും വരും ദിവസം മുതൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഒരുപാട് താമസിച്ചു പോയതുകൊണ്ടാണ് പ്രമോ വിശേഷമായിട്ട് പറയുന്നത് കേട്ടോ. വരും ദിവസം മുതൽ എല്ലാ ദിവസവും റിയൽ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും. അപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതിനോടൊപ്പം കാറ്റത്തെ ക്ലിക്ക് കൂടുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയുടെ റിവ്യൂ വിശേഷങ്ങളാണ് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നത്. അതും കൂടെ കയറി കാണാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്ത ദിവസത്തെ എപ്പിസോഡുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.